ഞാൻ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ രോഗങ്ങളും സൗഖ്യത്തിന് വേണ്ടിയുള്ളതല്ല. ചില രോഗങ്ങൾ, ചില രോഗ അവസ്ഥകൾ നമ്മുടെ മഹത്വത്തിനുള്ളതാണ്. നമ്മളെ ഒരു സാക്ഷിയാക്കി കർത്താവ് മാറ്റും. സൗഖ്യത്തിലുപരി കർത്താവ് എന്നെ ഒരു സാക്ഷിയാക്കി എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇപ്പോഴും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എനിക്ക് റൂമിൽ 1-2 സ്റ്റെപ്പ് നടക്കാനായിട്ട് കഴിഞ്ഞു. അവർ പറഞ്ഞു കുറച്ച് പുരോഗമനമുണ്ട്, എന്ന് ഇനി സമയമെടുക്കും, എന്നിരുന്നാലും ഓക്കെ, കുറച്ചുകൂടെ ബ്രദർ ബെറ്ററാണ് എന്ന് മാത്രം എന്നോട് പറഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ സന്തോഷമൊക്കെ തോന്നി. പിന്നെ ആ ആശുപത്രി കിടക്കയ്ക്ക് ചുറ്റും അല്പസ്വല്പം നടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ഒരു ആശ്രിതനായിത്തീരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നടന്നു തുടങ്ങിയപ്പോൾ ഞാൻ നടന്നു പോയത് ആശുപത്രിയിലെ ജനലിലേക്കാണ്. വിൻഡോ സൈഡിലേക്ക് ഞാനിങ്ങനെ പോയി. കമ്പിയൊന്നും ഇല്ലാത്തൊരു ജനലാണ്. അപ്പോൾ ജനലിൻ്റെ പാളി ഞാനിങ്ങനെ തുറന്നു നോക്കി. ഞാൻ നോക്കിയത് ഞാൻ എത്രാം നിലയിലാണ് കിടക്കുന്നത്. ആ ആശുപത്രി ഏകദേശം 5 നിലയെങ്ങാനുള്ള ആശുപത്രിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്നത് 1-ാം നിലയിലാണ്. ഞാൻ ആശുപത്രി ജനലിൽ പോയത് എന്തിനാണെന്നറിയാവോ? ചാടാൻ വേണ്ടിയായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ജീവിതം കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാൻ സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ ഒരു ഭാരമാവാൻ പോവുകയാണ്. ഈ നട്ടൽ 2 ഒടിഞ്ഞു പോയി, സ്പൈനൽ കോഡൊക്കെ ഒരു ഷാറ്റേഡായി കിടക്കുന്ന ഒരു അനുഭവമൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തു ഇനി എന്നെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഒരു 26 വയസ്സുകാരൻ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ആത്മഹത്യയെക്കുറിച്ചാണ്. ഉടുപ്പിട്ട ഒരു ബ്രദറാണെങ്കിൽ പോലും, വൈദികനാവാൻ വേണ്ടി പോകുന്ന ആ യാത്രയാണെങ്കിൽ പോലും വലിയൊരു നിരാശാബോധം എന്നെ ഇങ്ങനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ പോയി ഇങ്ങനെ ചിന്തിച്ചു, ഈ ജനലിൽ നിന്ന് ഞാൻ ചാടി മരിക്കും. പക്ഷെ ഞാൻ കാണുന്നത് 1-ാം നിലയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ 1-ാം നിലയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കയ്യോ കാലോ വീണ്ടും ഒടിഞ്ഞ് ഞാൻ കിടപ്പായി പോകും. അത് വീണ്ടും ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ച് എൻ്റെ ബെഡിലേക്ക് തിരിച്ചു വന്നു. ഒരുപക്ഷെ എന്നെ അഡ്മിറ്റ് ചെയ്ത് 5-ാം നിലയിലോ 6-ാം നിലയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചാടി മരിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഒരു സാക്ഷിയാക്കി മാറ്റാനായി നമ്മൾ ഉപയോഗിക്കും.